ഇന്ത്യക്കെതിരെ അടുത്ത രഹസ്യ നീക്കവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ, അന്തർവാഹിനി പ്രവർത്തനങ്ങൾ, ബംഗാൾ ഉൾക്കടലിലെ നാവിക നീക്കങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു രഹസ്യ സിഗ്നൽ ഇന്റലിജൻസ് സൗകര്യം ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. ഉപഗ്രഹ ചിത്രങ്ങളും അതേപോലെ തന്നെ ഇന്റലിജൻസ് വിശകലനങ്ങളുമാണ് ഇതിന്റെ ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. അതായത് മ്യാൻമാറിലെ ഗ്രേറ്റ് കൊക്കോ ദ്വീപിലാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും അന്തർവാഹിനി പ്രവർത്തനങ്ങളും ബംഗാൾ ഉൾക്കടലിലെ നാവിക നീക്കങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ചൈന ഒരു സിഗ്നൽ ഇന്റലിജൻസ് സൗകര്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വെറും 55 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് കൊക്കോ ദ്വീപിന്റെ സ്ഥാനം കിഴക്കൻ കടൽ തീരത്തിലുടനീളമുള്ള ഇന്ത്യൻ നാവിക മിസൈൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് അനുയോജ്യമായ ഒരു വ്യൂ പോയിന്റ് ആണ്. ഒരു കാലത്ത് ദക്ഷിണേഷ്യക്കും ദക്ഷിണ പൂർവേഷ്യക്കും ഇടയിലുള്ള ശാന്തമായ ഒരു സമുദ്ര സ്ഥലമായിരുന്നു ബംഗാൾ ഉൾക്കടൽ. എന്നാൽ ഇപ്പോൾ ഇത് ശത്രു രാജ്യങ്ങൾ തമ്മിൽ മത്സരം രൂക്ഷമാക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഈ മ്യാൻമാറിലെ ഗ്രേറ്റ് കൊക്കോ ഐലൻഡ് എന്ന് പറയുന്നത് ചെറുതാണ് എങ്കിലും തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഔട്ട് പോസ്റ്റ് ആണിത്. ഇവിടെയാണ് ചൈന ഇപ്പോൾ ഈ സൗകര്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമീപകാല അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ ഇന്ത്യയിൽ ആശങ്കജനകമായ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മ്യാൻമാറിലെ സൈനിക ഭരണകൂടവുമായുള്ള ബന്ധവും ഇപ്പോൾ ചൈന ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സെൻസിറ്റീവ് ആശയവിനിമയങ്ങൾ തടയാനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആസ്തികൾ ട്രാക്ക് ചെയ്യാനും ചൈന ഈ സൗകര്യം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൂടാതെ ഇന്ത്യയുടെ കിഴക്കൻ നാവിക കമാൻഡും അമേരിക്കൻ നാവികസേനയും മലാക്ക കടലിടുക്കിലേക്ക് കടക്കുന്ന പ്രധാന സമുദ്രപാതകൾക്ക് സമീപമാണ് ഈ ഗ്രേറ്റ് കൊക്കോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമുദ്രാതിർത്തിയെ കുറിച്ച് അവബോധം തേടുന്ന ഏതൊരു ശക്തിക്കും വിലമതിക്കാനാവാത്ത ഒരു സ്ഥാനമാക്കി മാറ്റുന്നു. ഇതുകൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇന്ത്യയുടെ ഒഡീഷ. അതേപോലെ തന്നെ വിശാഖപട്ടണത്തെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നാവിക ഡോക്യാർഡ്. ഇത് രണ്ടിനോടുമുള്ള സാമീപ്യം, അതുകൊണ്ട് തന്നെ ഈ ദ്വീപിലെ സാധ്യതയുള്ള ചൈനീസ് സെൻസറുകൾക്ക് ടെലിമെട്രി, റഡാർ ഉത്ഭവനം, അന്തർവാഹിനി ആശയവിനിമയ രീതികൾ എന്നിവ വളരെയധികം ശ്രദ്ധയോടെ കൃത്യതയോടെ നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നു. അതായത് ഇതുവഴി ഓവർ ദി ഹൊറൈസൺ റഡാർ അറേകൾ അല്ലെങ്കിൽ സിഗ്നൽ ഇന്റർസെപ്റ്റ് ആന്റിനകൾ പോലുള്ള പരിമിതമായ ഇലക്ട്രോണിക് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് പോലും ഇന്ത്യൻ നാവിക വിന്യാസങ്ങൾ മാപ്പ് ചെയ്യുന്നതിനും മേഖലയിൽ പ്രവർത്തിക്കുന്ന വളർന്നു വരുന്ന അന്തർവാഹിനി കപ്പലുകൾക്കുള്ള പ്രതിരോധ നടപടികൾ കാലിബ്രേറ്റ് ചെയ്യുന്നതിനുമുള്ള ചൈനയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇന്റലിജൻസ് വിശകലന വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം ഈ ദ്വീപിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന വ്യോമ താവളം രഹസ്യാന്വേഷണ ഡ്രോണുകളുടെയോ Y-8GXL വിമാനങ്ങളുടെയോ പ്രവർത്തനത്തിനും സാധിക്കുമത്രേ. ഇത് ചൈനയ്ക്ക് ബംഗാൾ ഉൾക്കടലിലുടനീളം സ്ഥിരമായ ഒരു നിരീക്ഷണ ശേഷി നൽകുകയും അതോടൊപ്പം തന്നെ ഇന്തോ പസഫിക്കിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സമുദ്ര ഇടനാഴികളിൽ ഒന്നിൽ അതിന്റെ തന്ത്രപരമായ പിടി കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. മ്യാൻമാറിലെ ഈ ഇറവാഡി ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കോ ദ്വീപുകളുടെ ദ്വീപ് സമൂഹത്തിൽ പ്രധാനമായും ഗ്രേറ്റ് കൊക്കോ, ലിറ്റിൽ കൊക്കോ ദ്വീപുകളാണ് ഉൾപ്പെടുന്നത്. ഇവ രണ്ടും ബംഗാൾ ഉൾക്കടലിനെ മലാക്ക കടലിടുക്കുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ കടൽ പാതകളാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള നാവിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കും ഈ ദ്വീപുകൾ പതിറ്റാണ്ടുകളായി ഒരു സുപ്രധാന സമുദ്ര കേന്ദ്രമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ പ്രധാന ആശങ്ക ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അതായത് ഈ മലാക്ക കടലിടുക്ക് മുതൽ ആൻഡമാൻ കടൽ വരെയുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ചുമതല. നാവിക, വ്യോമസേന, സൈന്യം എന്നിവയ്ക്ക് ഇതൊരു പ്രധാന ഫോർവേഡ് ഓപ്പറേറ്റിംഗ് താവളമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ചൈന ഒരു സിഗ്നൽ ഇൻസ്റ്റാളേഷൻ നടത്തിയിരുന്നു എങ്കിൽ ഇന്ത്യയുടെ കിഴക്കൻ നാവിക തന്ത്രപ്രധാന സൗകര്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന റഡാർ ഉദ്വമനം, റേഡിയോ ഫ്രീക്വൻസികൾ, മിസൈൽ ടെലിമെട്രി ഡേറ്റ, അന്തർവാഹിനി ആശയവിനിമയ ഗതാഗതം എന്നിവ സൈദ്ധാന്തികമായി നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് കഴിയുമായിരുന്നു. ഒഡീഷയിലെ ബാലസോർ മിസൈൽ പരീക്ഷണ ശ്രേണിയിൽ നിന്നും ഇന്ത്യയുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുന്ന ഇന്ത്യയുടെ രഹസ്യ താവളമായ ആന്ധ്രാപ്രദേശിലെ റാംപിള്ളി നാവിക താവളങ്ങളിൽ നിന്നുമുള്ള സിഗ്നലുകൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ഇത്തരം നിരീക്ഷണം ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യൻ വിശകലന വിദഗ്ധർ ഇതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇത് സാധ്യതയുള്ള എതിരാളികൾക്കെതിരെ രണ്ടാം ആക്രമണശേഷി ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആണവ തന്ത്രത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ്. അതേപോലെ തന്നെ
തന്നെ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കൊക്കോ ദ്വീപുകളിലെ ചൈനീസ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ പുതിയതല്ല. അതായത് 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ നാവിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ റഡാർ ആശയവിനിമയ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ചൈന മ്യാൻമാറിനെ സഹായിച്ചിരുന്നതായി അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളുമുണ്ട്. മ്യാൻമാറും ചൈനയും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. എങ്കിലും ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ ജാഗ്രത പാലിച്ചിരുന്നു. ഈ നീക്കത്തെ ചൈനയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വ്യാഖ്യാനിച്ചത്. അതേപോലെ തന്നെ വർഷങ്ങളായി ഈ ദ്വീപിൽ ചൈനീസ് സാങ്കേതിക വിദഗ്ധർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. ചിലപ്പോഴൊക്കെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും അതേപോലെ തന്നെ സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങളും ഒക്കെ ഈ അഭ്യൂഹത്തിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം മ്യാൻമാറിലെ 2021 സൈനിക അട്ടിമറിയിലൂടെ ഈ വിഷയം ശ്രദ്ധയിൽ നിന്ന് മാഞ്ഞു പോവുകയായിരുന്നു. ഇത് രാജ്യത്തെ അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലിലേക്ക് തള്ളിവിടുകയും അതേപോലെ തന്നെ ചൈനീസ് നയതന്ത്ര സാമ്പത്തിക പിന്തുണയെ ആശ്രയിക്കുന്നത് വീണ്ടും ജ്വലിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ചൈനയും മ്യാൻമാറും തമ്മിലുള്ള സൈനിക ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആയുധ വിൽപ്പന, അടിസ്ഥാന സൗകര്യ നിക്ഷേപം, സുരക്ഷാ സഹകരണം എന്നീ മേഖലകളിലാണ് പിന്നീട് ചൈനയും മ്യാൻമാറും തമ്മിലുള്ള ബന്ധം ശക്തമായി വർദ്ധിച്ചത്. ചൈനയുടെ ഈ സംരക്ഷണത്തിനും തുടർച്ചയായ സാമ്പത്തിക രക്ഷാ മാർഗങ്ങൾക്കും പകരമായി മ്യാൻമാർ ആവട്ടെ തന്ത്രപരമായ പ്രവേശന കൈമാറ്റമാണ് ചൈനയ്ക്ക് നൽകിയത്. ഇതിനുശേഷം 2023 UK ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് മാക്സർ ടെക്നോളജീസിൽ നിന്നുള്ള ഉയർന്ന റെസൊല്യൂഷനുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ വിപുലമായ അടിസ്ഥാന സൗകര്യ വികസനം ചൈന വീണ്ടും നടത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഗതാഗത നിരീക്ഷണ വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഏകദേശം 1300 മീറ്ററിൽ നിന്ന് ഏകദേശം 2300 മീറ്ററായി റൺവേയുടെ വിപുലീകരണം, 2 പുതിയ വിമാന ഹാങ്കറുകളുടെ നിർമ്മാണം, റാഡോമുകളുടെ ഇൻസ്റ്റാളേഷൻ, റഡാർ അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന താഴികക്കുടം പോലുള്ള ഘടനകളാണ് ഈ റാഡോമുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ, സൈനിക അല്ലെങ്കിൽ സാങ്കേതിക ഉദ്യോഗസ്ഥരെ പാർപ്പിക്കാൻ കഴിയുന്ന പുതിയ കെട്ടിടങ്ങൾ എന്നിവയാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചത്. ഇന്ത്യൻ നാവിക നീക്കങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള സിഗ്നന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇന്റലിജൻസ് പ്രവർത്തനങ്ങളുമായി ഈ നവീകരണങ്ങൾ പൊരുത്തപ്പെടുന്നു എന്ന് തിങ്ക് ടാങ്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഓസ്ട്രേലിയയിലെ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടും ആൾസോഴ്സ് അനാലിസിസ് ഉൾപ്പെടെയുള്ള മറ്റ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഗ്രൂപ്പുകളും റഡാറുകളിലെയും ആശയവിനിമയ ഇൻസ്റ്റാളേഷനുകളെ കൂടുതൽ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഈ കണ്ടെത്തലുകൾ ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവരുടെ നിഗമനങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നു. കൊക്കോ ദ്വീപുകൾ ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര നിരീക്ഷണ വാസ്തുവിദ്യയിലെ ഒരു പുതിയ നോഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് ജിബൂട്ടി, ഗ്വാദാർ, ഹംബൻടോട്ട എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളെ പൂരകമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി, വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് മറുപടിയായി ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ചൈനീസ് ഉദ്യോഗസ്ഥരോ സൗകര്യങ്ങളോ ഇല്ലെന്ന് മ്യാൻമാറിന്റെ സൈനിക സർക്കാർ ഇന്ത്യക്ക് ആവർത്തിച്ച് ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ 2025 സെപ്റ്റംബറിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോടും ഒരു ചൈനീസ് പൗരനും ഈ ദ്വീപുകളിൽ നിലയുറപ്പിച്ചിട്ടില്ല എന്നാണ് മ്യാൻമാർ നൽകിയിരിക്കുന്നത്. എന്നാൽ സുരക്ഷയും പരമാധികാരവും സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാവികസേനയുടെയോ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയോ പരിശോധനാ സന്ദർശനം അനുവദിക്കണമെന്ന ഇന്ത്യയുടെ ദീർഘകാല അഭ്യർത്ഥന മ്യാൻമാർ സൈനിക ഭരണകൂടം നിരസിക്കുകയാണ് ചെയ്തത്. കൊക്കോ ദ്വീപുകൾ സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യ നിരവധി നയതന്ത്ര സൈനിക അഭ്യർത്ഥനകൾ സമർപ്പിച്ചിരുന്നു എന്നും ഇവയ്ക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വിശകലന വിദഗ്ധർ വാദിക്കുന്നത് ഇത്തരം മൗനം ചൈനയുടെ ഇടപെടലിനെയോ അല്ലെങ്കിൽ സംയുക്ത പരിശോധന അനുവദിച്ചുകൊണ്ട് ചൈനയെ എതിർക്കാൻ മ്യാൻമാറിന് മടിയുള്ളതിനെ ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ മ്യാൻമാർ സൈന്യവും ഈ ദ്വീപിൽ വൻതോതിലുള്ള നിർമ്മാണ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 1500-ലധികം പേർക്ക് താമസിക്കാൻ കഴിയുന്ന പുതിയ ബാരക്കുകളും ഗ്രേറ്റ് കൊക്കോ, ജെറി ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഒരു കോസ്വേയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ലോജിസ്റ്റിക്സും റഡാർ ശൃംഖല വിപുലീകരണവും സുഗമമാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിന് വെറും 55 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് കൊക്കോ ദ്വീപിന്റെ സ്ഥാനം ഇവിടെ ഇപ്പോൾ ചൈന നടത്തുന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.